പെട്ടെന്നാണ് യുധിഷ്ഠിരൻ ആ കാര്യം ശ്രദ്ധിച്ചത്. തന്റെ നേർക്കുനേരെ ദുര്യോധനനോടൊപ്പം മറ്റൊരാളും, ശകുനി. ദുര്യോധന, നിന്റെ ക്ഷണത്താലാണ് ഞാൻ ഈ കളിക്കളത്തിലിരിക്കുന്നത്. എൻ്റെ എതിരാളി നീ മാത്രമാണെന്നാണ് ഞാൻ കരുതിയത്. സഹോദര, നിനക്കെതിരെ കരുക്കൾ നീക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ പകിടയിടുന്നത് മാത്രം മാതുലനായിരിക്കും. ഇത് കേട്ട ശകുനി ചെറുചിരിയോടെ മുഖം യുധിഷ്ഠിരനിലേക്ക് തിരിച്ചു. സാമ്രാജ്യങ്ങൾ നിങ്ങളെ വണങ്ങി നിൽക്കുമ്പോൾ ഈ എളിയവനുമായി കളിക്കാൻ പേടിയാണോ ധർമ്മപുത്ര? ഭയമോ? എന്തിന്? ശകുനിയുടെ വിത്തുകൾ യുധിഷ്ഠിരനിൽ മുളയ്ക്കുവാൻ തുടങ്ങി. എന്നാൽ തുടക്കം കുറിക്കട്ടെ. ശകുനി തന്റെ പകിട എറിയുന്നതിന് തൊട്ടു മുൻപ് തന്നെ മറ്റൊരു കൈ അവിടെ തടസ്സമായി നിന്നു. അവിടെയുള്ള എല്ലാവരുടെയും കണ്ണുകൾ ദുര്യോധനനിലേക്കായി. ആരംഭിക്കുവാൻ വരട്ടെ. കണ്ടുനിന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു ഞെട്ടലോടെയാണ് ആ വാക്കുകളെ സ്ഥിരീകരിച്ചത്. ദുര്യോധനൻ തന്റെ മാതുലനായ ശകുനിയുടെ മുഖത്ത് ചിരിച്ചുകൊണ്ട് ആ കാര്യം വ്യക്തമാക്കി. മാതുല, ഈയൊരു കളി നമ്മൾ മൂവരിലും മാത്രം ഒതുങ്ങിക്കൂടേണ്ടതാണോ? പിന്നെ നമ്മളല്ലേ ഇവിടെ കളിക്കുന്നത്? നമ്മളിൽ മാത്രം ആവേശമുണ്ടായാൽ പോരാ. ഇവിടെ കളി കാണുന്ന എല്ലാവരിലും അതേ ആവേശമുണ്ടാവണ്ടേ? ശകുനി സ്വയം മനസ്സിൽ ചിരിച്ചുകൊണ്ട് ദുര്യോധനനിലേക്ക് തന്നെ തന്റെ കണ്ണുകളെ വിടാതെ നോക്കി നിന്നു. യുധിഷ്ഠിരൻ തന്റെ എതിരാളികളെ മാറി മാറി നോക്കി. അവരുടെ സംസാരത്തിന്റെ അവസാനം എന്താണെന്നറിയാനുള്ള ആകാംക്ഷ പതിഞ്ഞുകൊണ്ടേയിരുന്നു. മാതുല, നമ്മുടെ കളിയിൽ ഓരോരുത്തർക്കും കളിയുടെ ആവേശം വരണമെങ്കിൽ ഒരു പന്തയം അനിവാര്യമല്ലേ? എൻ്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയങ്ങൾ ഞാനിവിടെ പന്തയത്തിന് കാഴ്ചവെച്ചിരിക്കുന്നു. ദുര്യോധനൻ തന്റെ മുഖം ശകുനിയിൽ നിന്ന് തന്റെ എതിരാളിയായ സഹോദരൻ യുധിഷ്ഠിരനിലേക്ക് അകന്നുമാറി. യുധിഷ്ഠിര, നീ എന്താണ് ഇവിടെ മത്സരത്തിനായി കരുതി വെച്ചിരിക്കുന്നത്?